ഇവിടെ ചായക്ക് എത്ര ആവാ? ചായ 12 രൂപ. 12. കടിക്കോ? കടിക്കും 12 കടിക്കും 12 ഉള്ളൂ. ഇതാണ് ഈ സാധാരണ 300 മീറ്റർ അപ്പുറത്തേക്ക്. ഇവിടെ എല്ലാ കടിയും ഉണ്ട്, നെയ്യപ്പവും ഉഴുന്നുവടയും അങ്ങനത്തെ പലതരത്തിലുള്ള കടികളൊക്കെ ഉണ്ട്. ഇവിടെ ഈ പറയുന്ന 300 മീറ്റർ ഇപ്പുറത്തേക്ക് കേവലം 12 രൂപയാണ് ഇത് ചായക്ക്, 12 രൂപയാണ് ഒരു കടിക്ക്. അവിടെയാണ് തൊട്ടപ്പുറത്തുള്ള സെക്രട്ടേറിയറ്റ് കോഫി ഹൌസിനകത്ത് നമ്മുടെ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ഏതാണ്ട് 6 ലക്ഷത്തിലധികം രൂപയ്ക്ക് ചായ കുടിച്ചത്. അതും ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അതോ ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പച്ചും ഉമ്മച്ചും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേൽപ്പിക്കും. ഹലോ, 3 മാസം എന്നുള്ളതാണ് കൃത്യമായ കണക്ക്. അതായത് ഫെബ്രുവരി 2-ന് സംസ്ഥാന സർക്കാരിന്റെ പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവ് നമ്മുടെ പക്കലുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് ഈ 3 മാസം ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ചായയും കടിയും കഴിച്ച വകയിൽ ചെലവായത് 6,54,434 രൂപയാണ്. അതായത് കുഴപ്പമായി തോന്നുന്നത് അല്ല. കണക്ക് പറയുന്നു. 2025 ഒക്ടോബറിൽ 2,63,85, 2025 നവംബറിൽ 1,97,286, 2025 ഡിസംബറിൽ 2,17,063. ഇതാണ് ആ കണക്ക്. അങ്ങനെ മൊത്തം 6,05,434 രൂപയാണ് ചെലവായത്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. തുക അതർ ഐറ്റംസ് എന്ന ശീർഷകത്തിൽ പിൻവലിച്ച് ഇന്ത്യൻ കോഫി ഹൌസിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൌണ്ടിലേക്ക് കൈമാറണമെന്നാണ് സംസ്ഥാന സർക്കാർ ഈ ഫെബ്രുവരി 2-ന് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. അവിടെ ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാനാ. ഒരു വിചിത്രമായ കാര്യം നമുക്ക് തോന്നി. ഇത്രയധികം ഹൈറ്റി കഴിക്കാൻ എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ചോദ്യമായി വരാം. നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് 12 രൂപയുടെ ചായയും 12 രൂപയുടെ കടിയുമാണ്. തൊട്ടപ്പുറത്തേക്ക് വലിയ ദൂരമൊന്നുമില്ല, തൊട്ടപ്പുറത്തേക്കാണ് ഇത്ര വലിയ. ഷഫീദ്, അപ്പൊ ഇത് ഇവര് ആർക്കെങ്കിലും ചായ സർക്കാർ കൊടുത്തതല്ല, ഇവര് തന്നെ പോയി ചായ കുടിച്ച കാര്യമാണോ? ചീഫ് സെക്രട്ടറി അവരുടെ ബാക്കി ഉദ്യോഗസ്ഥർ എല്ലാരും പോയി ചായ കുടിച്ച എന്റെ ക്യാൻറ്റീനിൽ അടച്ച തുകയാണോ 6 ലക്ഷം രൂപ? പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. കള്ളനവൻ, പെരുങ്കള്ളൻ. എന്റെ കൈ കെട്ടിണ്ടില്ല. ബഹുമാനപ്പെട്ട DGPയോട് എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരുങ്കള്ളനാണ്. അങ്ങനെയുള്ളവരുടെ വാക്ക് വിശ്വസിക്കരുത്. നിലവിലിപ്പോൾ നമ്മൾ ആ ഉത്തരവ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അതുതന്നെയാണ്. 2 കാര്യങ്ങളാണ് ആ ഉത്തരവിൽ പറയുന്നത്. അതിൽ തന്നെ ആദ്യം പറയുന്നുണ്ട്, പൊതുഭരണ വകുപ്പ് ചീഫ് സെക്രട്ടറിയുടെയും മറ്റു സെക്രട്ടറിമാരുടെയും ഓഫീസിലെ 2025 ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ മാസങ്ങളിലെ ലൈറ്റ് റിഫ്രഷ്മെന്റ് ചാർജ് ഇനത്തിൽ ചെലവായ തുക അനുവദിച്ചാണ്. ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ ഈ ബോർഡ് യോഗങ്ങളൊക്കെ ചേരുമ്പോൾ അത് മറ്റൊരു രീതിയിലാണ് പോകുന്നത്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇത് ഹൈറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ടീ ആൻഡ് സ്നാക്സ് ലൈറ്റ് റിഫ്രഷ്മെന്റ് എന്ന ഇനത്തിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ?